പ്രവാചകനും ദൈവാത്മാവും എന്നുള്ളൊരു വിഷയം നമുക്ക് ചിന്തിക്കാം. പ്രവചനത്തിൻ്റെ ദൈവനിശ്വാസ്യതയിൽ ദൈവാത്മാവിനുള്ള പങ്ക് അനിഷേധ്യമാണ്. 18 ഭാഗങ്ങളിൽ പ്രവചനം ആത്മാവിൻ്റെ പ്രവർത്തന ഫലമാണെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബിലെയാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. സംഖ്യാപുസ്തകം 24:2. ദൈവത്തിൻ്റെ ആത്മാവ് വന്നതിനാലാണ് പ്രവചിക്കുന്നതെന്ന് അനേകം ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സംഖ്യ 11:29, 1 ശമൂവേൽ 10:6, 10, 19:20, 23, 1 രാജാക്കന്മാർ 22:24, യോവേൽ പ്രവചനം 2:28, 29, ഹോശേയ പ്രവചനം 9:7, നെഹമ്യ പ്രവചനം 9:30, സെഖര്യാവ് 7:12. ദൈവാത്മപ്രേരണയുടെ പ്രത്യക്ഷമായ അവകാശവാദം മീഖ പ്രവാചകന്റെ വാക്കുകളിൽ കാണാം. എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മീഖ പ്രവചനം 3:8. 1 ദിനവൃത്താന്തം 12:18, 2 ദിനവൃത്താന്തം 15:1, 20:14, 24:20, നെഹമ്യ പ്രവചനം 9:20, യെഹെസ്കേൽ പ്രവചനം 11:5. ഈ വാക്യങ്ങളെല്ലാം ആ മീഖ പ്രവചനം 3:8 ഒത്തുനോക്കണം. പ്രവചിക്കുന്നതിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രവാസപൂർവ പ്രവാചകന്മാർ വിരളമായേ സംസാരിക്കുന്നുള്ളൂ. യെരമ്യാ പ്രവാചകൻ ദൈവാത്മാവിനെക്കുറിച്ച് ഒരു സന്ദർഭത്തിലും പറയുന്നില്ല എന്നത് പ്രസ്താവ്യമത്രേ. പ്രവാചകന് ദൈവം നേരിട്ട് അരുളപ്പാട് നൽകുന്നത് പോലെ തന്നെ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം തൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ട് എങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. സംഖ്യാപുസ്തകം 12:6. ശൗൽ യഹോവയോട് ചോദിച്ചാറേ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അരുളിയില്ല. 1 ശമൂവേൽ 28:6. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. യെരമ്യാ പ്രവചനം 23:28. ഈ വാക്യം സ്വപ്നം പ്രവചന മാധ്യമം എന്ന നിലയിൽ ദൈവനിശ്വാസ്യമല്ലെന്നതിന് തെളിവായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പ്രസ്തുത ധാരണ ശരിയാകാൻ ഇടയുമില്ല. ഇവിടെ സൂചിപ്പിക്കുന്ന സ്വപ്നം സാധാരണ സ്വപ്നം അഥവാ സ്വപ്നക്കാരൻ്റെ ഭാവനാവിലാസമായ ഒരു സ്വപ്നമാണ്. യെരമ്യാ പ്രവാചകന് ദൈവം തന്നെ സ്വപ്നത്തിലൂടെ അരുളപ്പാട് നൽകിയതായി നാം അനന്തരഭാഗത്ത് കാണുന്നുമുണ്ട്. യെരമ്യാ പ്രവചനം 31:26. പ്രവാചകന്മാർക്ക് ദർശനത്തിലൂടെയും അരുളപ്പാട് ലഭിച്ചിരുന്നു. സെഖര്യാ പ്രവാചകന് അധികവും ദർശനങ്ങളിലൂടെയായിരുന്നു പ്രവചനം ലഭിച്ചത്.